Hi friends, now നമ്മളിപ്പോൾ എവിടെയാണ്? റിപ്പോർട്ടർ സ്പീച്ച്, ഇൻഡയറക്റ്റ് സ്പീച്ച്. ഇൻഡയറക്റ്റ് സ്പീച്ചിൻ്റെ അല്ലെങ്കിൽ റിപ്പോർട്ടർ സ്പീച്ചിനെ പറ്റി ഒരു ജനറലായിട്ടൊരു ഐഡിയ ഞാൻ കഴിഞ്ഞ ദിവസം തന്നു. ഇനി നമുക്ക് ഓരോ പോയിന്റ് എടുത്തിട്ട് നമുക്കതേപ്പറ്റി ഒന്ന് വിശദീകരിക്കാം. ആദ്യം ഞാൻ എടുക്കുന്ന പോയിന്റ് ടെൻസ് ആണ്. ടെൻസ് ചേഞ്ചസ് ഇൻ ദി റിപ്പോർട്ടർ സ്പീച്ച്. അതിന് ഞാൻ എടുത്തിരിക്കുന്ന സെൻറ്റൻസ് ആണ് ഐ ട്രാവൽ ബൈ എ ട്രെയിൻ. അപ്പം ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാ പ്രസന്റ് ടെൻസിനെയും അതിൻ്റെ തത്തുല്യമായ പാസ്റ്റ് ടെൻസിലേക്ക് മാറ്റണം. എന്ന് വെച്ചാൽ സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്, പ്രസൻറ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പ്രസൻറ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് പെർഫെക്റ്റ്, പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്. അതാണ് തത്തുല്യം, കറസ്പോണ്ടിങ് പാസ്റ്റ് ടെൻസസ് എന്ന് പറയുന്നത്. മനസ്സിലായോ? അതായത് നമുക്ക് 4 പ്രസന്റ് ടെൻസുകളാണ്, അപ്പം 4 പാസ്റ്റ് ടെൻസുകളുണ്ട്, അതിലേക്ക് മാറ്റി. ഈ പാസ്റ്റ് ടെൻസിൽ എന്താ സംഭവിക്കുന്നത്? പാസ്റ്റ് ടെൻസിൽ ചില സന്ദർഭങ്ങളിൽ പാസ്റ്റ് ടെൻസ് അങ്ങനെ തന്നെ വെക്കാം, അങ്ങനെ തന്നെ നിലനിർത്താം. അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുക, പാസ്റ്റ് കണ്ടിന്യൂസിനെ എന്ത് ചെയ്യണം? പാസ്റ്റ് കണ്ടിന്യൂസ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആക്കുക. പാസ്റ്റ് പെർഫെക്റ്റ് അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് അതുപോലെ തന്നെ കീപ്പ് ചെയ്യുക. കാരണം നമുക്ക് അതിനൊരു ഒരു 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 അതിനെ തത്തുല്യമായതൊന്നുമില്ല മാറ്റാൻ. അതുകൊണ്ടാണ് ഇപ്പോൾ പാസ്റ്റ് പെർഫെക്റ്റ് ആൻഡ് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിനകത്ത് മാറ്റമില്ല. അതേസമയം സിമ്പിൾ പാസ്റ്റ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കാം ചില സമയത്ത്, ചില കോണ്ടക്സ്റ്റ് അനുസരിച്ച്, അല്ലെങ്കിൽ സിമ്പിൾ പാസ്റ്റ് ആയിട്ട് തന്നെ നമുക്ക് വേണേൽ കീപ്പ് ചെയ്യാം. മനസ്സിലായി? പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് മാറ്റണം. ഇനി ഫ്യൂച്ചർ ടെൻസ് വരുമ്പോൾ വളരെ സിമ്പിളാണ്. വിൽ എന്നുള്ളതിനെ വുഡ് ആക്കിയാൽ മതി, ബാക്കിയെല്ലാം അതുപോലെ തന്നെ നിൽക്കും. ഐ വിൽ കം, ഐ വുഡ് കം, ഐ വുഡ് ബി കമ്മിങ്, ഐ വിൽ ബി കമ്മിങ്, ഐ വുഡ് ബി കമ്മിങ്, ഐ വിൽ ഹാവ് കം, ഐ വുഡ് ഹാവ് കം, ഐ വുഡ് ഹാവ് ബീൻ കമ്മിങ്, ഐ വിൽ ഹാവ് ബീൻ കമ്മിങ്, ഐ വുഡ് ഹാവ് ബീൻ കമ്മിങ്. ഇതാണ് അതിൻ്റെ ഒരു ജനറൽ പ്രിൻസിപ്പിൾ. ഇത് ഒറ്റ പോയിൻ്റ് ഞാൻ പറയുന്നത് ടെൻസ്. കഴിഞ്ഞ ദിവസം ഞാൻ ജനറലായിട്ട് പറയാനേ ഉള്ളൂ. ഇനി നമ്മൾ ഓരോന്ന് എടുക്കുകയാണ്. ബോർഡിലേക്ക് നോക്കുമ്പോൾ കാണാം എക്സാമ്പിൾസ് എഴുതിയിട്ടിരിക്കുന്നത്, നമുക്ക് ഒന്നിച്ചൊന്ന് വായിക്കാം. ഓക്കെ, റെഡി? സോ ഹിയർ ഹീ സെഡ്, ഇതിനെല്ലാം ചെയ്തത് കേട്ടോ. ഹീ സെഡ് ഐ ട്രാവൽ ബൈ ട്രെയിൻ. ഹീ സെഡ് ദാറ്റ് ഹീ ട്രാവൽഡ് ബൈ ട്രെയിൻ. സിമ്പിൾ പ്രസൻറ്റ്, സിമ്പിൾ പാസ്റ്റ്. He said, I am traveling by a train. He said that he was traveling by a train. Present continuous, past continuous. He said, I have traveled by a train. He said that he had traveled by a train. Present perfect, past perfect. He said, I have been traveling by a train. He said that he had been traveling by a train. No. Simple present, simple past. Present continuous, past continuous. Present perfect, past perfect. Present perfect continuous, past perfect continuous. അപ്പോൾ പ്രസന്റ് ടെൻസിൻ്റെ എല്ലാം ഇനി പാസ്റ്റ്. അതാണ് all the present tenses change to past tenses. രണ്ടാമത്തെ, he said that I traveled by a train. He said that he had traveled by a train. Present, past, simple past, past perfect time. He said I was traveling by a train. He said that he had been traveling by a train. Past continuous, past perfect continuous, had been traveling. And I had traveled by a train. He had traveled by a train. മാറ്റമില്ല. I had been traveling by a train. He had been traveling by a train. അതിന് മാറ്റമില്ല. അപ്പോൾ ഈ ഇവിടെ വരുമ്പം 7 8
അതായത് പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസിന് മാറ്റമില്ല. ദ ട്രാവൽ ഈ സിമ്പിൾ പ്രസൻറ്റ് ഇങ്ങോട്ട് വായിച്ചു നോക്കണം. സിമ്പിൾ പ്രസൻറ്റ് സംടൈംസ് ക്യാൻ ബി റീറ്റെയിൻഡ് ഇൻ റിപ്പോർട്ടഡ് സ്പീച്ച്. അതായത് സിമ്പിൾ പ്രസൻറ്റിന് ചിലപ്പോൾ മാറ്റം വേണ്ടി വരികയില്ല. അത് നമ്മുടെ കോണ്ടക്സ്റ്റ് അനുസരിച്ചിരിക്കും. മനസ്സിലായോ? സിമ്പിൾ പ്രസൻറ്റിന് മാറ്റണോ വേണ്ടതെന്നുള്ള കോണ്ടക്സ്റ്റ് അനുസരിച്ച്. പിന്നെ സേഫായിട്ടുള്ള സംഗതി എന്ന് പറഞ്ഞാൽ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുന്ന. സിമ്പിൾ പാസ്റ്റിനെ പാസ്റ്റ് പെർഫെക്റ്റ് ആക്കുക, അതായിരിക്കും സേഫ്. ഇനി ഇവിടെ ഇതുണ്ടോ, സിമ്പിൾ പാസ്റ്റ് പെർഫെക്റ്റ്, പാസ്റ്റ് കണ്ടിന്യൂസ്, പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ്, ബാക്കിയുള്ള അതുപോലെ നിൽക്കുന്നുണ്ടാണ്. ഇവിടെ വരുമ്പോൾ ഫ്യൂച്ചർ വരുമ്പോൾ വിൽ വുഡ് ഇത്രേ ഉള്ളൂ. ബാക്കിയെല്ലാം ഐ വിൽ ട്രാവൽ, he would travel. I will be traveling, he would be traveling. I will have traveled, he would have traveled. I will have been traveling, he would have been traveling. True. അതുപോലെ തന്നെയാണ് ക്യാൻ, കുഡ് ആവും, മേ, മൈറ്റ് ആവും, ഷാൽ, ഷുഡ് ആവും. അതുകൊണ്ട് ഓർക്കുക. ഐ ക്യാൻ ട്രാവൽ, ഐ കുഡ് ട്രാവൽ. ഐ വിൽ ബി കണ്ടിന്യൂസ് ഇല്ല. ക്യാൻ, കുഡിനും കണ്ടിന്യൂസ് ഇല്ല. ക്യാൻ ബി ട്രാവലിംഗ്. കണ്ടിന്യൂസിൽ ഇല്ല. അതുകൊണ്ട് ക്യാൻ, കുഡ്, മേ, മൈറ്റ്, ഷാൽ, ഷുഡ്, ഒന്ന് വിൽ, വുഡ്, ഇത്ര സംഗതിയുള്ളൂ. സിമ്പിൾ. മനസ്സിലായത്? വളരെ സിമ്പിളായിട്ട് നമുക്ക് ചേർക്കാവുന്ന കാര്യമില്ല. വില്ല് പോലെ തന്നെയാണ് ക്യാൻ, അതുപോലെ തന്നെ മേ, അതുപോലെ തന്നെ ഷാൽ ഒക്കെ. ബാക്കി ഭാഗങ്ങൾക്കൊന്നും ഒരു മാറ്റമില്ല. ഇതാണ് ടെൻസ്. കൃത്യമായിട്ട് ഓർക്കണം കേട്ടോ. കാരണം നമുക്കൊരല്പം ഒരു എക്സ്പ്ലനേഷൻ വേണ്ടത് ഇവിടെ മാത്രമേ ഉള്ളൂ. സോറി, ഈ പാസ്റ്റ് പ്രസൻറ്റൻസ് എല്ലാം പാസ്റ്റ് ടെൻസാണ്. അതുപോലെ തന്നെ ഇവിടെ വരുമ്പോൾ പാസ്റ്റ് രണ്ട് പാസ്റ്റ് ഉണ്ടല്ലോ. ഐ ട്രാവൽഡ്, ഐ വാസ് ട്രാവലിംഗ് എന്നുള്ളത് ഹാഡ് ട്രാവൽഡും ഹാഡ് ബീൻ ട്രാവലിംഗ് ആണ്. ക്ലിയർ ആയിട്ട് ഇത്രയും. അപ്പോൾ ഇന്ന് ടെൻസ് മാത്രമേ പറയാം. അടുത്ത ദിവസം വേറൊരു പോയിന്റ് പറയാം. ഓക്കെ, ഇപ്പം നമ്മൾ ജനറലായിട്ട് കണ്ടു, ഇപ്പോൾ ടെൻസിൻ്റെ കാര്യം കണ്ടു. ബൈ.